കേരളത്തിലെ ജനങ്ങൾ അറിയാതെ പോയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയായ സഞ്ജീറയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കർണാടകയിലെ ഒരു ഫേമസ് ചായക്കട വിഭവമാണ് ഈ സഞ്ജീറ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ, 1 കപ്പ് വെളുത്ത റവ, തേങ്ങ ചിരകി മിക്സിയിൽ പൊടിച്ചെടുത്തത്, 1 ഗ്ലാസ് പഞ്ചസാര, ഇത്തിരി മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് മെയിനായി സഞ്ജീറ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഒരു പാത്രത്തിലേക്ക് ആ 1 കപ്പ് മൈദ മുഴുവനായി ചേർത്ത് കൊടുക്കുക. റവയിൽ നിന്ന് 1/2 കപ്പ് റവ ഈ പൊടിയിലേക്ക്, മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അധികമാകരുത്, പഞ്ചസാര ചേർക്കാനുള്ളതാണ്. ഇന്ന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്യുക. ഇത്തിരി വെള്ളം ഒഴിച്ച് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിച്ചത്. വെള്ളം ഇത്തിരി ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കുക. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇത്തിരി തടവി കൊടുക്കണം. തടവി വേറൊരു മസാല തയ്യാറാക്കാനുണ്ട്, സ്വീറ്റ് മസാല. ആ മസാല തയ്യാറാവും വരെ ഇത് റെസ്റ്റിനിരിക്കട്ടെ. ഒരടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെക്കുക. അതിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച വെളുത്ത റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായി വറുത്തെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് വറുത്തെടുക്കുക. അത് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്ത തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് വീണ്ടും ഒരു 3 മിനിറ്റ് വറുത്ത് കൊടുക്കുക. അത് വറുത്ത് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒരു 5 സെക്കൻഡ് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഗ്യാസിൽ നിന്ന്, അതായത് അടുപ്പത്തു നിന്ന് മാറ്റുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിനൊന്ന് വീണ്ടും കുഴച്ചെടുക്കാം. ഞാൻ റെസ്റ്റിന് വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ മുകളിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മുഴുവനും എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെയും ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഐഡിയ ഉള്ള അതുപോലെ ചെയ്താൽ മതി. എല്ലാ ഉരുളകളും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുത്ത് ആ മസാല അതിലോട്ട് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇത്തിരി പൊടി അതിൻ്റെ മുകളിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. മുഴുവനായിട്ടും പരത്തരുത്. ആ മസാല അതിലോട്ട് വെക്കാൻ വിധം പരത്തിയെടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് റൗണ്ടാക്കി മാറ്റാം. ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി പൊടി വിതറി അത് വീണ്ടും പരത്തി കൊടുക്കുക കേട്ടോ. ഒരു പൂരിയുടെ സൈസിൽ തിന്നായി പരത്തുക. കീറിപ്പോകരുത്, കീറിപ്പോകാതെ നോക്കണം. ഒന്ന് അധികം ബലം കൊടുക്കാതെ പരത്തിയാൽ മതി, എന്നാൽ നല്ല തിന്നുമാകണം. അങ്ങനെ പരത്തൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ പരത്തി വെക്കുക. എണ്ണ ചൂടാക്കാൻ വെച്ചത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പരത്തിയത് ഇട്ട് കൊടുക്കണം. അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നന്നായി ക്രിസ്പി ആയി കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി ക്രിസ്പി ആയാലും നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ക്രിസ്പി ആക്കി എടുത്താൽ സാധനം തയ്യാറായി. എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ സഞ്ജീർ ഇവിടെ കിടിലനായി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ആ ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ടും നിങ്ങൾ കേട്ട് നോക്കി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റായി. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണാം.